ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. നീമതി യേശു യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്ന ഒരു പുതിയ മാസം കാണുവാനും ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുണ്ട്? പ്രാർത്ഥിക്കാം. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ കർത്താവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം, എല്ലാ നാളിലും കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, ഈ ദിനത്തിൽ ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്, ദൈവമേ, അങ്ങ് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ദിനത്തിൽ ദൈവവചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തിരുകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണം. തിരുശക്തി അവിടെ നയിക്കണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. നന്ദിയപ്പ, അങ്ങയിലൂടെ അല്ലാതെ മറ്റൊരു നന്മ ഞങ്ങൾക്ക് ഈ ലോകത്തില്ലല്ലോ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണം. ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. അങ്ങേ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. ഇന്നത്തെ ധ്യാനത്തിൽ അവിടുത്തെ സാന്നിധ്യം പകരണം. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: യെശയ്യാ പ്രവചന പുസ്തകത്തെ എത്ര ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്? ആൻസർ എല്ലാവരും കൃത്യമായിട്ട് നൽകുകയുണ്ടായി. 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. 1 മുതൽ 39 വരെ, 40 മുതൽ 55 വരെ, 56 മുതൽ 66 വരെ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് യെശയ്യാ പ്രവചന പുസ്തകത്തെ വിഭജിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ എവരെയും നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ദൈവവചനം കേട്ട് നമുക്ക് പഠിക്കാം, ഗ്രഹിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ വില എന്താണ്? എനിക്ക് എന്ത് വില കിട്ടും? ഞാനിന്ന് എന്നെ സെയിൽ ചെയ്താൽ, എന്നെ ഞാൻ വിൽക്കുകയാണെങ്കിൽ എന്ത് വിലയായിരിക്കും എനിക്ക് കിട്ടുക? സിനിമയിലൊക്കെ നാം കണ്ടിട്ടുണ്ട്. സിനിമയിലും അതോടൊപ്പം തന്നെ സീരിയൽസിലൊക്കെ നാം കണ്ടിട്ടുണ്ട്. ചിലർ ചിലരെ വിലക്കെടുക്കാറുണ്ട്. പണത്തിന്, പദവി, അതുപോലെ തന്നെ മറ്റു മോശം പ്രവൃത്തികളിലൂടെ ഒക്കെ ചിലർ ചിലരെ വിലക്കെടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ ആരെങ്കിലും വിലക്കെടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുകൂടെ വിശദമായി നാം പഠിച്ചാൽ, ഞാൻ നിനക്ക് ഈ സ്ഥാനം തരാം, നീ ഇതെനിക്ക് ചെയ്തു തന്നാൽ. ഇപ്പോൾ ഒരു സെക്രട്ടറി സ്ഥാനം ഞാൻ തരാൻ ആഗ്രഹിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ സ്ഥാനം തരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന സ്ഥാനം തരാം, നിങ്ങൾ ഇന്നതെനിക്ക് ചെയ്തു തന്നാൽ. അല്ല എങ്കിൽ നിയമപരമല്ലാത്ത ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരും. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാം. നിങ്ങളോട് പറയുകയാണ്, ഇല്ലീഗലായ ഈ കാര്യം നിങ്ങൾ, ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാം. അപ്പോൾ നിങ്ങളുടെ വില എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഇനി ചിലരോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ മദ്യം വാങ്ങിത്തരാം.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വില മദ്യത്തിൻ്റെ വിലയാണ്. ചില പറയും നിങ്ങൾക്ക് ഞാൻ ഗോൾഡ് വാങ്ങിത്തരാം, അല്ലേ? ഇതൊക്കെ നമ്മൾ മൂവീസിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. ചോദ്യം, ഒരു ദൈവ പൈതലിനെ വിലക്കെടുക്കുവാൻ കഴിയുമോ? യേശുവിന് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. അതിൽ ഒരുവൻ്റെ പേരാണ് ഇസ്കരിയോത്ത് യൂദ. നമുക്ക് ഇവർക്കും സുപരിചിതനായ ഒരു ശിഷ്യനാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ യൂദായുടെ ജീവിതത്തിൻ്റെ ആരംഭത്തെ അവിടെ കാണുവാനായി സാധിക്കും. ഇസ്കരിയോത്ത് യൂദായുടെ ജീവിതം, ഇവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ബൈബിൾ നമ്മെ അവനെ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. യൂദായുടെ തിരഞ്ഞെടുപ്പിനെയാണ് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ അധികാരത്തിനാൽ വലിയ വേലയ്ക്കായിട്ട് യൂദായെ നിയോഗിക്കുകയാണ്. യേശുവിനോട് ആ കാലഘട്ടമൊക്കെ ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു, യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നു, യേശുവിനോടൊപ്പം ഉറങ്ങുന്നു, യേശുവിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അത്ഭുതങ്ങളെ കാണുന്നു, അടയാളങ്ങളെ കാണുന്നു, ഒരുപാട് 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 കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. യേശു തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് കണ്ടവൻ ചില നേരമൊക്കെ തന്നോട് മോശമായി പെരുമാറിയവരോടും യേശു അവരോട് സ്നേഹമായി പെരുമാറിയതൊക്കെ കണ്ട് വളർന്നവൻ, കണ്ട് ശീലിച്ചവൻ, കണ്ട് ജീവിച്ചവൻ. ഇതാണ് അവൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. യേശുവിനോടൊപ്പമുള്ള ജീവിതം അപ്രകാരമായിരുന്നു. നാം ഒക്കെ എത്രയോ നാളുകളായി യേശുവിനോടൊപ്പം ജീവിക്കുന്നവരാണ്. നാം ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരെങ്കിൽ നാം എത്രയോ അനുഭവങ്ങളെ കണ്ടും കേട്ടും പ്രസംഗങ്ങൾ കേട്ടും സാക്ഷ്യം കേട്ടും ഒക്കെ നാം വളർന്നവരാണ്. നമുക്കറിയാം ഹു ഈസ് ജീസസ്, എന്താണ് സത്യവേദ പുസ്തകമെന്ന്, എന്താണ് ക്രിസ്തീയ ശുശ്രൂഷയെന്ന്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, കർത്താവ് എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്നുമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലേ? ചില വേളകളിലൊക്കെ നാം ദൈവത്തോടൊപ്പമുള്ള ജീവിതയാത്രയിൽ നമ്മുടെ ഹൃദയത്തെ പ്രദർശിപ്പിക്കാറുണ്ട്, ഹൃദയത്തെ വെളിപ്പെടുത്തി നൽകാറുണ്ട്. അതായത് നമുക്കുള്ളിലുള്ളതിനെ നാം ചില വേളകളിൽ അറിഞ്ഞോ അറിയാതെയോ പുറത്തു വരാറുണ്ട്, വെളിപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ നമ്മുടെ മക്കളാകാം, ജീവിത പങ്കാളിയാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, അവരോടൊപ്പമുള്ള നാം സഞ്ചരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അവർ ചിലപ്പോൾ തങ്ങൾക്കുള്ളിലുള്ളത് വെളിപ്പെടുത്താറുണ്ട്. ഇതുപോലെ ഇസ്കരിയോത്ത് യൂദ തനിക്കുള്ളിലുള്ളത് വെളിപ്പെടുത്തിയ ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരിക്കൽ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി എന്ന ആ ഒരു സംഭവം. അപ്പോൾ ആ സംഭവത്തിലൂടെ തൈലത്തിൻ്റെ സൗരഭ്യം വീട് മുഴുവനും നിറയുകയാണ്. ഇവിടെ യൂദ പ്രതികരിക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റൊന്ന്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത്? 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യൂദ ഇത് പറയുന്നത്, ഇസ്കരിയോത്ത് യൂദ ഇത് പറയുന്നത് ദരിദ്രരെ കുറിച്ചുള്ള ഒരു സ്നേഹം ഉണ്ടായിട്ടോ വിചാരം ഉണ്ടായിട്ടോ ഒന്നും അല്ല. ഇസ്കരിയോത്ത് യൂദയാണത് പറയുന്നത്. അപ്പം അവരെക്കുറിച്ചുള്ള സ്നേഹവും കരുതലും ഒന്നല്ല, മറിച്ച് സോറി ടു സേ യൂദ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ ആകിയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ട് അത്രേ അവൻ പറഞ്ഞത്. കാരണം പണസഞ്ചി അവൻ്റെ കയ്യിലാണ്, സൂക്ഷിപ്പുകാരൻ. അപ്പോൾ എപ്പോഴും അവൻ്റെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള ചിന്ത അവനുണ്ട്.
വരവ് ചെലവുകൾ, മറ്റെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഈ 300 വെള്ളിക്കാശ് കാശായിട്ട് തന്നിരുന്നെങ്കിൽ ഇതിനകത്ത് ഇടാമായിരുന്നു, അല്ലെ? ഖജനാവ് നിറയുമായിരുന്നു. അപ്പം അവൻ്റെ വിചാരം എപ്പോഴും പണത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ടാണ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവൻ തുനിയുന്നത്. എപ്പോഴും എൻ്റെ ഉള്ളിലെ വിചാരം അതായിരുന്നു. യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉള്ളിലെ വിചാരം ശരിയായിരിക്കണമെന്നില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവാലയത്തിൽ പോകുന്നത് കൊണ്ട്, ക്രൈസ്തവനായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിലെ വിചാരം ശരിയായിരിക്കണമെന്നില്ല. സത്യവേദ പുസ്തകത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട്, സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട്, മിഷണറിയായി ഇരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിലെ വിചാരം ശരിയായിരിക്കണമെന്നില്ല. ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിലെ വിചാരം ശരിയായിരിക്കണമെന്നില്ല. ദൈവാലയത്തിൽ ചില സ്ഥാനങ്ങൾ, മാനങ്ങൾ വഹിക്കുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ ശരിയായിരിക്കണമെന്നില്ല. ഒരു പട്ടത്വത്തിൽ പ്രവേശിച്ചത് കൊണ്ട്, ഒരു പുരോഹിതനായിരിക്കുന്നത് കൊണ്ട്, ഒരു ബിഷപ്പായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിലെ വിചാരം ശരിയായിരിക്കണമെന്നില്ല. അതാണ് യൂദായുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്ത് യൂദാ തൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരത്തെ വെളിപ്പെടുത്തുകയാണ്, അല്ല എങ്കിൽ തൻ്റെ ജീവിത നിലവാരത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഉള്ളിലെ മർമ്മം എന്ന് പറയുന്നത്, യൂദായുടെ ഹൃദയത്തിനുള്ളിലെ നിലവാരം വ്യക്തമായി യേശു മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 6:64 പറഞ്ഞിരിക്കും, തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്ന് യേശു ആദ്യം മുതൽക്കേ അറിഞ്ഞിരുന്നു. ആമേൻ. ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. അവനെ തിരഞ്ഞെടുത്ത സമയം മുതലേ യേശു അറിഞ്ഞിരുന്നു, ഇവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും, ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കും 30 വെള്ളിക്കാശിന്. ഇത് യേശു ആദ്യം മുതൽക്കേ അറിഞ്ഞിരുന്നു. സി, ഞാനും നിങ്ങളുമൊക്കെ സോക്കോൾഡ് ക്രിസ്തു വിശ്വാസികളാണ്, ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ്. ഈ ഉള്ളിലെ വിചാരമുണ്ടല്ലോ, ഹി നോസ് മോർ ദാൻ എനിവൺ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ മറ്റേതൊരു വ്യക്തിയെക്കാട്ടിലും എൻ്റെയും നിങ്ങളെ ഉള്ളിലെ വിചാരങ്ങളെ, തീഷ്ണതയെ, ഓരോ ചെറു ചിന്തകളെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അതിലൊരിക്കലും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മെ ഒരു റൈച്ചസ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യനെ പറ്റിക്കുവാൻ കഴിയും, ഈ ലോകത്തിലെ സഭകളെ പറ്റിക്കുവാൻ കഴിയും, സഭാ പ്രസ്ഥാനങ്ങളെ പറ്റിക്കുവാൻ കഴിയും, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളുകളെ പറ്റിക്കുവാൻ കഴിയും. പക്ഷേ ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരം അറിയുന്നുണ്ട്. ഇത് നീ അറിയുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങളെയൊക്കെ യോഗ്യന്മാരായിട്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യാം സമൂഹത്തിൽ, സഭയിൽ, അല്ലേ? വളരെ കൂളായിട്ട്, ക്യൂട്ടായിട്ട് സത്യവേദ പുസ്തകമൊക്കെ ഇങ്ങനെ ചുമന്ന് ഭയങ്കര ന്യായവാദമൊക്കെ പറഞ്ഞ്, അല്ലേ, ഒരുപാട് വലിയ തത്വചിന്തകളൊക്കെ പറഞ്ഞ് ഭയങ്കര മിടുക്കുത്തനം കാണിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. പക്ഷെ ഇവരെയൊക്കെ ഉള്ളിലെ വിചാരങ്ങളെ ദൈവം ആദ്യം മുതലൊക്കെ അറിയുന്നു എന്നത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഓർക്കുക, നാം എങ്ങനെയുള്ളവരെന്ന് ദൈവം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഈ ഭാഗത്തെ ഏറ്റവും കാതലായ ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശു തൻ്റെ ഇഷ്ടത്തെ ഒരിക്കലും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ആമേൻ. ഞാൻ വിശദമാക്കാം. യൂദായുടെ ഹൃദയ വിചാരത്തെ ദൈവം അറിഞ്ഞിരുന്നു. പക്ഷേ ഒരിക്കലും യൂദായെ, നീ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, നീ ഇങ്ങനെ ചെയ്യാവൂ, ഇത് മാത്രമേ ചെയ്യാവൂ. ദൈവം തൻ്റെ ഹിതത്തെ യൂദായുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഒരു പ്രാവശ്യം വെളിപ്പെടുത്തി, എന്താണ്, ഏറ്റവും ഒടുവിലാണത്, വെളിപ്പെടുത്തുക മാത്രം ചെയ്തു, പക്ഷെ അടിച്ചേൽപ്പിക്കുന്നില്ല. പകരം പറഞ്ഞ് നീ ചെയ്യേണ്ടത് വേഗത്തിൽ പോയി ചെയ്യുക എന്നാ പറയുന്നത്. നോക്കണേ, നാം കള്ളം പറയുന്നവരെന്ന് കർത്താവ് അറിയുകയാണ്. നാം കള്ളം പറയുന്നവരും കള്ളം പ്രവർത്തിക്കുന്നവരും എന്നും കർത്താവ് അറിഞ്ഞിട്ടും തൻ്റെ ഇഷ്ടത്തെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. സോ ഹൗ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, അല്ലേ? ഞാൻ കള്ളം ചെയ്യുന്നുണ്ട്, എന്നിൽ കപടതയുണ്ട്, എന്നിലെ എല്ലാ അരുതായ്മയും കൊള്ളരുതായ്മയും എന്നിലുണ്ട്. പക്ഷെ ഇതെല്ലാം ദൈവം കണ്ടിട്ടും
തൻ്റെ ഇഷ്ടത്തെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ നമ്മെ ഓർപ്പിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ന്യായവിധിക്കായി നിത്യദണ്ഡനത്തിനായി. എന്നിലെയും നിങ്ങളുടെയും ഹൃദയ വിചാരങ്ങളെ അതത് കാലഘട്ടത്ത് ദൈവം ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതല്ലേ ചില ആരാധന പോയിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് കരയും, ഇമോഷണലാണ്. അയ്യോ ദൈവമേ, ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരു പാട്ട് പാടുമ്പോൾ അല്ലേ, ഒരു ദൈവമകനോട് ചേർന്നിരിക്കുമ്പോൾ, ഒരു ദൈവാലയത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യമുള്ള ദൈവാലയം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നാം ചെന്നിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവം തൻ്റെ ഇഷ്ടം ഒരിക്കലും നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇവിടെ യൂദായുടെ ജീവിതത്തിൽ മൂന്നാമതായി ഒരു തുറന്ന വാതിൽ ഉണ്ടായിരുന്നു. യൂദായുടെ ജീവിതത്തിൽ ഒരു തുറന്ന വാതിൽ. യൂദാ പാപം നിറഞ്ഞ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും തൻ്റെ ജീവിതത്തെ സമർപ്പണം ചെയ്തിരുന്നു എന്നതാണ്. സിൻഫുൾ തോട്ട്സ് ആൻഡ് ഡിസയേഴ്സ്. പിശാചിന് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരു തുറന്ന വാതിൽ യൂദായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പിശാച് തൻ്റെ പാദം സ്പർശിച്ച് യൂദായിലേക്ക് പ്രവേശിക്കുകയാണ്. ഓപ്പൺ ഡോർ, ഒരു തുറന്ന വാതിൽ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളിൽ ഒരു തുറന്ന വാതിലുണ്ടോ പിശാചിന് പ്രവേശിക്കുവാൻ തക്കവണ്ണം? ഞാൻ എന്നിലേക്ക് നോക്കുകയാണ്. എന്നിൽ ഞാൻ എവിടെയെങ്കിലും ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ, പിശാചിന് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കുവാൻ പാകത്തിൽ? യോഹന്നാൻ സുവിശേഷം 13-21 വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. എത്ര ഭംഗിയായിട്ട് അത് പറഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഉള്ളം കലങ്ങിയ കർത്താവ് പറഞ്ഞു. അത് ദൈവം അത് ഓർമ്മപ്പെടുത്തുക. യൂദാ അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും അവൻ വാതിൽ തുറന്നു വച്ചിരിക്കുക, പിശാചിന് കയറുവാനും ഇറങ്ങുവാനും. ജീവിതത്തിൽ തുറന്ന വാതിലുകൾ അടയ്ക്കപ്പെടണം. വാതിലുകൾ തുറക്കപ്പെടേണ്ടുന്നത് നല്ല പ്രവൃത്തികൾക്കും സൽപ്രവൃത്തികൾക്കും യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്, ഓൺലി ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നിരിക്കണം. പിശാചിന് വേണ്ടിയുള്ള വാതിൽ വേഗത്തിൽ അടച്ച് മുദ്രയിട്ട് സീൽ ചെയ്യുക. ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തത്താൽ സീൽ ചെയ്യുക. തുടർന്ന് ഉള്ള സംഭവം നാം വായിക്കുമ്പോൾ അന്ത്യ അത്താഴത്തിൽ യേശു കണ്ണം മുക്കി ശീമോൻ ഇസ്കരിയാത്തിൻ്റെ മകനായ യൂദായ്ക്ക് കൊടുക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ യേശു അപ്പം എടുക്കുകയാണ്, കണ്ണം മുക്കി ശീമോൻ ഇസ്കരിയാത്തവൻ്റെ മകനായ യൂദയ്ക്ക് കൊടുക്കുകയാണ്. പറയുന്നു, ഇത് വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഓപ്പൺ ഡോർ. ഇത് വാങ്ങിയ ഉടനെ സാത്താൻ അവനുള്ളിൽ പ്രവേശിച്ചു. നമ്മളെല്ലാവരും തിരുവത്താഴം എടുക്കുന്നവരാണ്. തിരുവത്താഴം എടുക്കുന്നവർ, സ്നാനപ്പെട്ടിട്ടുള്ളവർ. ഈ കർത്താവിൻ്റെ അത്താഴം എടുത്തതിന് ശേഷം എന്തുകൊണ്ട് മനുഷ്യന് മാറ്റം വരുന്നില്ല? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ അത്താഴം സ്വീകരിച്ചു, പക്ഷേ ജീവിതത്തിൽ മാറ്റമില്ല. എന്തുകൊണ്ടാ? അപ്പം സ്വീകരിച്ച ഉടനെ ആരാ ഉള്ളിൽ പ്രവേശിച്ചത്? പിശാച്. ഓപ്പൺ ഡോർ. വാതിൽ തുറന്നിരുന്നു. വാതിൽ തുറന്നു വച്ചിട്ടാ, പിശാചിനുള്ള വാതിൽ തുറന്നു വച്ചിട്ടാ ഇന്ന് ഒരുപാട് പേര് കർത്താവിൻ്റെ അത്താഴം എടുക്കുവാൻ വരുന്നത്, കർത്താവിൻ്റെ അത്താഴത്തിനായി ഒരുങ്ങുന്നത്. കാരണം ഒരു തുറന്ന വാതിൽ. തുറന്ന വാതിൽ, അതിരുകളില്ലാത്ത ഹൃദയം പിശാചിനായി തുറന്നു കിടന്നിരുന്നു യൂദായുടെ ജീവിതത്തിൽ. നമ്മെ ഒന്ന് ചിന്തിച്ച് നോക്കുക, പുനർചിന്തനം ചെയ്യുക നമ്മെക്കുറിച്ച്. എന്നിൽ പിശാചിനുള്ള തുറന്ന വാതിലാണോ?
അതിരുകളില്ലാത്ത ഒരു ഹൃദയമാണോ എനിക്കുള്ളത്? പിശാചിനായി അത് തുറന്നു കിടക്കുകയാണ്. അതിനുശേഷം വായിക്കുമ്പോൾ യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അതും ഓർപ്പിച്ചു. അപ്പോഴും യൂദായ്ക്ക് നോ ചേഞ്ച്. കാരണം ഓൾറെഡി പിശാച് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ആത്മാവിനെ പിശാച് വിലക്കെടുക്കുന്നു. 30 വെള്ളിക്കാശിന് പിശാച് യൂദായുടെ ആത്മാവിനെ വിലക്കെടുക്കുകയാണ്. എത്ര ഭയാനകമായ ഒരു അനുഭവം പ്രിയമുള്ളവർ. പിശാച് നമ്മെ വിലക്കെടുക്കുന്ന അനുഭവം. ഇന്ന് ദൈവാലയങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ഹൃദയം പിശാച് വിലക്കെടുത്തിരിക്കുക. ഞാൻ എൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല, ഒരുപാട് പറയുവാനുണ്ട് പ്രിയമുള്ളവർ. ദൈവാലയങ്ങൾക്കുള്ളിലിരിക്കുന്ന ഒരുപാട് പുരോഹിതരുടെ, ദൈവദാസന്മാരുടെ ഹൃദയത്തെ പിശാച് വിലക്കെടുത്തിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവനാണ്, പണസഞ്ചി കൂടെയുണ്ട്, ട്രഷററാണ്. പക്ഷെ ഹൃദയം ആർക്കായിരുന്നു? പിശാചിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നതും സത്യക്രിസ്ത്യാനികളെന്നൊക്കെ പേർ കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഈ പള്ളിയെന്ന് ഞാൻ പറയുവാൻ കാരണം അതാണല്ലോ നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു മകുടമായി ഇങ്ങനെ ചാർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ആലയം എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പോകുന്നതിന് വരുന്നവരുമൊക്കെ കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് ചിന്തിക്കരുത്. യെസ്, ഫിസിക്കലി ദേ ആർ ഗിവിങ് പ്രസൻസ് ഇൻ ദ ചർച്ച്. ഫിസിക്കലി ഉണ്ട്, ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി അവർ യേശുവിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കും കർത്താവിൻ്റെ പേരിൽ. പക്ഷേ ഹൃദയം ആർക്കാ തുറന്നു കൊടുത്തിരിക്കുന്നത്? പിശാചിനായി തുറന്നു കൊടുത്തിരിക്കുക. അപ്പം എനിക്കുള്ളൊരു യൂദ അല്ലേ, നിങ്ങൾക്കുള്ളൊരു യൂദ തുറന്നു വച്ചിരിക്കുന്ന വാതിലുകൾ. ആത്മാവിനെ പിശാച് വിലക്കെടുക്കുകയാണ്. 30 വെള്ളിക്കാശിന് യേശുവിനെ നൽകാമെന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ തൂക്കി വിൽക്കുകയാണ്. തൻ്റെ ആത്മാവിനെ തൂക്കി വിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം യേശുവിനോട് കൂടെ നടന്ന യൂദായുടെ വില 30 വെള്ളിക്കാശ് മാത്രമാണ്. ദൈവം കൊടുത്ത വിലയേറിയ ആത്മാവിനെ അവൻ തൂക്കി വിൽക്കുകയാണ്. ദൈവം കൊടുത്ത വിലയേറിയ ആത്മാവിനെ അവൻ തൂക്കി കൊടുക്കുകയാണ്. മത്തായി സുവിശേഷം 26:14-16 വായിക്കുമ്പോൾ യൂദ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. നോക്കണേ, അവൻ്റെ ഉള്ളിലിരിപ്പ് കണ്ടോ? നിങ്ങൾ എനിക്ക് എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം. സ്വന്തം ആത്മാവിനെ വിൽക്കുവാൻ വിലപേശൽ നടത്തുകയാണ്. സ്വന്തം ആത്മാവ് എന്നത് തൻ്റെ രക്ഷകനെ, ദൈവത്തെ വിൽക്കുവാൻ വിലപേശൽ നടത്തുകയാണ്. അവൻ ധരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമം. ആ നാമമായ യേശുവിനെ വിൽക്കുവാൻ അവൻ വിലപേശൽ നടത്തുകയാണ്. പ്രിയമുള്ളവരെ, നാമും ചില വേളകളിൽ രക്ഷകനായ യേശുവെ വിൽക്കുവാനുണ്ടെന്ന ബോർഡ് കഴുത്തിൽ മാലയായിട്ട് അണിഞ്ഞിട്ടുണ്ട്, മറക്കരുത്. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തെ വിൽക്കുവാൻ തക്കവണ്ണം വിൽപ്പനയ്ക്കുണ്ടെന്ന ബോർഡ് നമ്മുടെ കഴുത്തിൽ തൂക്കിയിടാറുണ്ട്. പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സുഖലോലുപമായ ജീവിതത്തിന് വേണ്ടി, പാപപ്രവൃത്തികൾക്കായി അല്ലേ നമ്മെ സെയിൽ ചെയ്യുകയാണ്. നമ്മെ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ദൈവത്തെ സെയിൽ ചെയ്യുകയാണ്, വിൽക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വിലക്കെടുക്കാം. നല്ലത് തരിക, നല്ലത് മാത്രം തരിക. അവിടെ സത്യവേദ പുസ്തകമൊന്നും കൺസേൺഡ് അല്ല, ന്യായപ്രമാണം ഒന്നും കരുതലല്ല, അതുപോലെ തന്നെ 10 കൽപ്പനകളുമില്ല. കൽപ്പനകളോ ന്യായപ്പോ ഒന്നുമില്ലാതെ ഇതാ ഞാനെന്ന ദൈവ പൈതലെന്ന ഈ വ്യക്തിത്വത്തെ ഞാൻ വിൽക്കുകയാണ്. എനിക്ക് ജീവിക്കണം സുഖലോലവുമായി, എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം, ഞാൻ അതുകൊണ്ട് ജീവിക്കും. തുറന്ന വാതിൽ. ഞാൻ പറയട്ടെ, ദൈവത്തെ മറന്നു കുഞ്ഞെ നീ ജീവിക്കരുത്. ഈ ഒരു ചിന്ത പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തെ മറന്ന് കുഞ്ഞെ നീ ജീവിക്കരുത്. എവിടെയെങ്കിലും തുറന്ന വാതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പിശാചിന് അനായാസം വന്നു പോകുവാൻ കഴിയുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ എങ്കിൽ ഇന്ന് തന്നെ അത് അടയ്ക്കുക. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടുക. കർത്താവിൻ്റെ ന്യായവിധി ദിവസത്തിൽ തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ കഴിയണം. വെള്ള ധരിച്ച് കുരുത്തോലേന്തിക്കൊണ്ട്
ഹല്ലേലൂയ ഹല്ലേലൂയ പാടുവാൻ നിങ്ങൾക്ക് കഴിയണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്വച്ഛ ജഡമാംസി തൈലം എത്ര വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്നാണ് യൂദാ ഇസ്കരിയോത്താവ് പറഞ്ഞത്? നിങ്ങളുടെ ഉത്തരം, ആൻസറുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരും വചനം കേട്ട് ധന്യരാകട്ടെ, കർത്താവിലേക്ക് തിരിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്കായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതികൾ മധ്യവാസമായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതത്തിൽ നൽകിയ നല്ല ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ധ്യാന ചിന്തകളിലൂടെയൊക്കെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങിലേക്ക് ചേരുവാനും മുഖാന്തരങ്ങൾ ദൈവം നൽകുന്നുവല്ലോ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഞങ്ങളിൽ ഒരു തുറന്ന വാതിൽ, വിൽപ്പനയ്ക്കുണ്ട് എന്നൊരു ബോർഡ് ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ കർത്താവെ. എവിടെയെങ്കിലും യൂദായിയുടെ സ്വഭാവം ഞങ്ങൾ കർത്താവെ ഉണ്ടെങ്കിൽ നാഥ, ഞങ്ങളിൽ അത് തങ്ങി നിൽപ്പുണ്ടെങ്കിൽ ദൈവമേ അത് വേരോടെ പിഴുതു മാറ്റി അവിടെ ശുദ്ധീകരിച്ച് തിരുരക്തത്താൽ കഴുകി വിശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ, വിശുദ്ധനുള്ളവരായി ജീവിപ്പാൻ, വിശുദ്ധ സ്ഥലത്തിനുള്ളവരായി ഞങ്ങൾ ജീവിക്കേണ്ട കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വചനം ശ്രവിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീമതി യേശു യൂട്യൂബ് ചാനലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരണം. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ പരിഹരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹം നന്മ നിങ്ങളേവരോടും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിനെ വിൽക്കുന്നവരാകരുത്. പിശാചിനുള്ള തുറന്ന വാതിലുകൾ അടയ്ക്കുക. കർത്താവിനായി വാതിൽ തുറന്നു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.